ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തേങ്ങയൊന്നും ചേർക്കാണ്ട് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റണ ഈ മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കനം കുറച്ചിട്ടൊന്നുമില്ല, കനത്തിൽ തന്നെയാണ് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാള ഒന്ന് വാടി വരട്ടെ. ഇപ്പോൾ സവാള ഇവിടെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 3 ചെറിയ തക്കാളി നടു കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും വലിയ പീസസ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തക്കാളിയും സവാളയും ഒന്ന് നന്നായിട്ട് വാടി വരട്ടെ. അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയും സവാളയും ഇവിടെ വാടി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ സവാളയും തക്കാളിയും ഇവിടെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള എണ്ണയിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഇവിടെ പൊട്ടി വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 10 മണി ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10 വെളുത്തുള്ളി നീളനെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളനെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണം ഒന്ന് പോയി കിട്ടണ വരയ്ക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊടികൾ ഇടുമ്പോൾ കരിയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീ ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും തീ കത്തിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരട്ടെ. ഈ സമയത്ത് ഞാനിവിടെ കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് കുതിർന്ന പുളി ആയതുകൊണ്ട് ഞാൻ ഈ സമയത്താണ് വെള്ളത്തിലിട്ട് കൊടുക്കുന്നത്. വല്ലാണ്ട് പെട്ടെന്ന് കുതിരാത്ത പുളിയാണെങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്താൽ മതി. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഞാനിതിലേക്ക് സവാളയും തക്കാളിയും കൂടി അരച്ചിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ തക്കാളിയിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. അതുപോലെ തന്നെ ഈ അരപ്പിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരും. അതുവരയ്ക്ക് നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിയുടെ വെള്ളം പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മീനിലേക്കും ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അതിന് ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാകത്തിന് വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് മൂടി വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ അയില മീനാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു 450 ഗ്രാം അയിലയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പം ഞാൻ മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മീനൊക്കെ ഒന്ന് അതിലേക്ക് താത്തി കൊടുക്കാം. ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഈ മീനൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മീൻ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട് മൂടി വെച്ച് വേവിച്ചിട്ട്. അപ്പോൾ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ച് മീഡിയം ഫ്ലെയിമിൽ തീ ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് എത്ര ഗ്രേവിയാണോ ആവശ്യമുള്ളത് അതുവരയ്ക്ക് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് ഈ ചാറിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പോ പുളിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ മീൻകറി ഇവിടെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചട്ടി ചുറ്റിച്ച് കൊടുക്കുക. ഇനി ഇത് ചൂടാറി വരുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വരും. ഈ സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ചട്ടിയുടെ ചൂടിലിരുന്ന് തന്നെ ഇത് നന്നായിട്ട് കുറുകി വരും. അതുപോലെ തന്നെ ചൂടാറുമ്പോൾ ഈ കറിയുടെ കളറൊക്കെ മാറി നല്ല ഒരു റെഡ് കളറായി അതിൽ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരും. നമുക്കിനി ഇത് മൂടി വെച്ചിട്ട് അത് ചൂടാറാനായിട്ട് വെക്കാം. ഇപ്പം നമ്മുടെ കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള തേങ്ങ അരയ്ക്കാത്ത മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മീൻകറി ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടാറി വന്നപ്പോൾ മീൻകറിയുടെ കളറ് ഇങ്ങനെയാണ്, നല്ല റെഡ് കളറിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.